ലൈംഗികാരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തതിനാണ് സ്വമേധയാ കേസെടുത്തത്. രാഹുലിനെതിരായ പരാതികളിൽ വിശദമായ അന്വേഷണം നടത്താൻ DGP നിർദ്ദേശം നൽകി. വിവാദങ്ങൾ തുടരുന്നതിനിടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് രാഹുലിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി. ലൈംഗിക ആരോപണങ്ങളിൽ വെട്ടിലായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് നടപടി. സ്ത്രീകളെ ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തത്. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് നീക്കം. ഗർഭഛിദ്രത്തിനെതിരെ ലഭിച്ച പരാതികളിൽ ഉൾപ്പെടെ FIR രജിസ്റ്റർ ചെയ്യാനാകുമോ എന്ന് പരിശോധിക്കുന്നുണ്ട്. പരാതിക്കാരായ യുവതികളെ കണ്ടെത്താനും ശ്രമം നടത്തുമെന്നാണ് വിവരം. ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും രാഹുലിനെതിരെ ആരും ഇതുവരെ രേഖാമൂലം പോലീസിൽ പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കേസിൽ പ്രതികരിക്കാൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തയ്യാറായില്ല. അതിനിടെ ആരോപണങ്ങളിലെ ഗൂഢാലോചനാവാദം തള്ളി നടി റിനി ആൻ ജോർജ് രംഗത്തെത്തി. സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നതായിട്ട് കണ്ടു. എന്തോ തരം ഗൂഢാലോചനകളൊക്കെയാണെന്നുള്ളത്. ഞാനൊരു ഇന്റർവ്യൂവിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു പോയ ഒരു കാര്യം മാത്രമാണ്. അതിനകത്ത് ഒരു ഗൂഢാലോചന ആരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാനൊന്ന് വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിയെ വെറുതെ മനസാവാച കർമ്മണ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച്. രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികരിക്കാൻ നടി തയ്യാറായില്ല. വിവാദങ്ങൾ തുടരുന്നതിനിടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസും രാഹുലിന് കുരുക്കാകുകയാണ്. ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി. വ്യാജ ID കേസിൽ അറസ്റ്റിലായ മൂന്നാം പ്രതി അഭി വിക്രത്തിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച ശബ്ദ സന്ദേശത്തിൽ രാഹുലിന്റെ പേര് വന്നതോടെയാണ് പുതിയ നീക്കം. കേസിൽ മ്യൂസിയം പോലീസോ ഒരു തവണ രാഹുലിനെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ചോദ്യം ചെയ്യലിൽ തെളിവ് ലഭിച്ചാൽ മാത്രമാകും രാഹുലിനെ പ്രതി ചേർക്കുക. അല്ലെങ്കിൽ സാക്ഷിയാക്കി കുറ്റപത്രം നൽകാനാണ് നീക്കം. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് വ്യാജമായി ഉണ്ടാക്കിയെന്നതാണ് കേസ്. രാഹുലിന്റെ വിശ്വസ്തരായ ഫെനി നൈനാൻ, രഞ്ജു MJ, അഭി വിക്രം, ബിനിൽ ബിന്നു വ്യാജ കാർഡ് ഉണ്ടാക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ തയ്യാറാക്കിയ കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാവ് ജെയ്സൺ വികാസ് കൃഷ്ണ എന്നിവരാണ് പ്രതികൾ. രാഹുലിനെതിരായ ആരോപണങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പാർട്ടിയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി അണികളെയും ജനങ്ങളെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് ഇന്നലെ ചേർന്ന KPCC നേതൃയോഗത്തിലെ തീരുമാനം. ഈ മാസം അവസാനത്തോടെ തുടങ്ങുന്ന ഭവന സന്ദർശന പരിപാടി വഴി പാർട്ടിയെടുത്ത നടപടിയും നിലപാടും വോട്ടർമാരെ അറിയിക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.